എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കണ്ണീർ ബാധിച്ചാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. വളരെ സന്തോഷത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പിന്നീട് നമുക്ക് വന്നു പോകുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നല്ലതോ ചീത്തയോ ആയിട്ട് നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുന്നൊരു കാര്യമാവാം. നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ച, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ ഭംഗി, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വെൽത്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ടാണ് വരിക. കണ്ണീർ ബാധിച്ച ആളുകളുടെ ആദ്യത്തെ ഒരു ലക്ഷണം അഥവാ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഒന്നിനും താല്പര്യമില്ലായ്മയാണ്. വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ടാവുകയില്ല. അതിപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാവാം, വീട്ടിലെ ജോലികളാകാം, ആളുകൾ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാവാം, അങ്ങനെ എന്തുമാവാം. മറ്റൊരു പ്രധാന കാരണം നമ്മൾ നാമം ജപിക്കുമ്പോഴോ ക്ഷേത്രദർശനം നടത്തുകയോ ചെയ്യുന്ന സമയത്ത് അസാധാരണമായ രീതിയിൽ കോട്ടവായ വരിക, അതും വളരെ ശബ്ദത്തോടു കൂടി തന്നെ കോട്ടവായ വരികയും നമുക്ക് വളരെയധികം തളർച്ച അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കണ്ണീർ ബാധിച്ചിട്ടുണ്ട്. കൺതടങ്ങളിൽ കറുപ്പ് വരിക, ഉറക്കക്കുറവ്, ശരീരവേദന എങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ എഴുതി തരികയും ചെയ്യുന്നു. ക്ഷീണമാണെങ്കിൽ മാറുന്നുമില്ല. ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ കണ്ണീർ ബാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. ഹനുമാൻ ചാലിസ, മഹാദേവ ഭജനം, വിഷ്ണു സഹസ്രനാമം, ശ്രീദേവി സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് കണ്ണീർ, കൺദോഷം, വാഗ്ദോഷം എന്നിവയിൽ നിന്നും നമുക്ക് മോചനം തരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.